ഹലോ ഗൈസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് സ്കോപ്പ് ഓഫ് ലീഗൽ പ്രൊവിഷൻസ് ആൻഡ് സീനിയർ സിറ്റിസൺ ഇൻ ഇന്ത്യ വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ദ മെയിൻ്റെനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് ദ സീനിയർ ആക്ട് 2007. ഇതിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പറയുന്ന ഫസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ട് നോക്കാം. ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത് ഇന്ത്യയിൽ മുൻപ് ജോയിൻറ്റ് ഫാമിലി സിസ്റ്റമിൽ പാരൻസും സീനിയേഴ്സും സിറ്റിസൻസിനും നന്നായി കെയർ ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് അർബനൈസേഷൻ, മൈഗ്രേഷൻ, ഫാമിലി വാല്യൂസ് ഇതൊക്കെ കുറയുന്നത് കൊണ്ട് എന്നിവയുടെ കാരണം പല സീനിയർ സിറ്റിസൻസും നെഗ്ലക്റ്റ് ചെയ്യപ്പെടുന്നു. ഈ പ്രാവശ്യം അത് പരിഹരിക്കാൻ വേണ്ടി പാർലമെൻറ്റ് മെയിൻ്റെനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് 2007 പാസ് ചെയ്തു. ഈ ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ് സീനിയർ സിറ്റിസാണ്. ഈ ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ് സീനിയർ സിറ്റിസൻസാണ് ഡിഗ്നിറ്റി, സെക്യൂരിറ്റി, പ്രോപ്പർ കെയർ ഉറപ്പാക്കുന്ന എന്നതാണ്. ഇതിൻ്റെ പുറമെ BNS സെക്ഷൻ 144 പിന്നെ CRPC സെക്ഷൻ 125 പ്രകാരം പാരൻസ് മെയിൻ്റെനൻസ് ക്ലെയിം ചെയ്യാൻ കഴിയും. അടുത്താണ് മീനിങ് ഓഫ് മെയിൻ്റെനൻസ്. മീനിങ് ഓഫ് മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് എന്നാൽ ബേസിക് ലൈഫ് നെസസിറ്റീസ് നൽകുന്ന എന്നാണ്. അതിൽ ഉൾപ്പെടുന്നതാണ് ഫുഡ്, ക്ലോത്ത്സ്, ഷെൽട്ടർ, റെസിഡൻസ്, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, കെയർ. 2007 ആക്ട് പ്രകാരം മെയിൻ്റെനൻസ് എന്നാൽ ക്യാഷ് മാത്രം കൊടുക്കുന്നതല്ല, പാരൻസിനെ നോക്കുകയും അവരുടെ ജീവിതത്തിലെ അവകാശങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്നതിന് ചിൽഡ്രൻ്റെ ലീഗൽ ഡ്യൂട്ടിയാണ്. അടുത്താണ് സ്കോപ്പ് ഓഫ് മെയിൻ്റെനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് 2007. അതിൽ പറയുന്നതാണ് ഈ ആക്ടിൽ അതായത് ഈ ആക്ടിന് വൈഡും വെൽഫെയർ ഓറിയൻറ്റഡുമായ സ്കോപ്പുണ്ട്. ഇത് മെയിൻലി കവർ ചെയ്യുന്ന പാരൻസും സീനിയർ സിറ്റിസൻസും മെയിൻ്റെനൻസ് റൈറ്റ്സ്, സ്റ്റേറ്റ്സ് നൽകുന്ന വെൽഫെയർ പ്രൊട്ടക്ഷനും നെഗ്ലക്ട്സ് അബണ്ടനും പണിഷ്മെൻറ്റുമാണ്. ഈ ആക്ട് 60 വയസ്സിന് മുകളിൽ എല്ലാ ഇന്ത്യൻ സിറ്റിസൻസിനും അപ്ലൈ ചെയ്യാം. അടുത്താണ് ഡെഫിനിഷൻ സെക്ഷൻ 2. സെക്ഷൻ 2 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 2 ഇൻക്ലൂഡ്സ് ഫുഡ്, ക്ലോത്ത്സ്, റെസിഡൻസ്, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, കെയർ. ഇതിൽ പാരൻസ് 2 ക്ലോസ് Dയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ബയോളജിക്കൽ പാരൻസ്, അഡോപ്റ്റീവ് പാരൻസ്, സ്റ്റെപ്പ് പാരൻസ്, സീനിയർ സിറ്റിസൺ. സെക്ഷൻ 2 ക്ലോസ് H സീനിയർ അതായത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ബയോളജിക്കൽ പാരൻസ്, അഡോപ്റ്റീവ് പാരൻസ്, സ്റ്റെപ്പ് പാരൻസ്. അടുത്താണ് സീനിയർ സിറ്റിസൺ 2 ക്ലോസ് Hലാണ് പറയുന്നത്. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് സെക്ഷൻ 2 ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ് നൽകുന്നു. ചിൽഡ്രന്, സൺസ്, ഡോട്ടേഴ്സ്, ഗ്രാൻഡ് ചിൽഡ്രൻസ് ഇവർക്കൊക്കെ ആണ് സെക്ഷൻ 2 ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷനായിട്ട് നൽകുന്നത്. സെക്ഷൻ 2 ക്ലോസ് Hൽ സെക്ഷൻ 2 ക്ലോസ് Hൽ ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ് ആണ് നൽകുന്നത്. ചിൽഡ്രൻ, സൺസ്, ഡോക്ടർ ഗ്രാൻഡ് ചിൽഡ്രൻ മൈനർ ഉള്ളവരാണ്. പിന്നെ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് ഫുഡ്, ക്ലോത്ത്, റെസിഡൻസ്, മെഡിക്കൽ റെസിഡൻസ് ആണ്. പിന്നെ പാരൻസ് ബയോളജിക്കലും അഡോപ്റ്റീവും സ്റ്റെപ്പ് പാരൻസ് ആണ്. സീനിയർ സിറ്റിസൻസ് എന്ന 60 വയസ്സിനുള്ളിൽ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കും. ഈ ബ്ലഡ് ഡെഫിനിഷൻ കാരണം കൂടുതൽ സീനിയർ സിറ്റിസൻസ് ആ ആക്റ്റിൽ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു. അപ്പോൾ അതായത് സെക്ഷൻ 2 പ്രകാരം സൺസ്, ഡോട്ടേഴ്സ്, ഗ്രാൻഡ് ചിൽഡ്രന് ഉണ്ടാവുക. മെയിൻ്റെനൻസ് ആയിട്ട് ഫുഡ്, ക്ലോത്ത്സ്, റെസിഡൻസ്, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, കെയർ കൊടുക്കുക. പാരൻസ് ബയോളജിക്കലാവും, അഡോപ്റ്റീവ് ആവും, സ്റ്റെപ്പ് പാരൻസ് ആവും, സീനിയർ സിറ്റിസൻസ് ആവും. 60 വയസ്സിന് മുകളിൽ ഇന്ത്യൻ സിറ്റിസൻസ് ഈ ബ്രോഡ് ഡെഫിനിഷൻസ് കാരണം കൂടുതൽ സീനിയർ സിറ്റിസൻസിന് ആക്ടിൽ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു. അടുത്താണ് റൈറ്റ് ടു മെയിൻ്റെനൻസ്. സെക്ഷൻ 4 ആണ് പറയുന്നത്. ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 4 ചിൽഡ്രൻസിനും റിലേറ്റീവ്സിനും ലീഗൽ ഡ്യൂട്ടി ക്രിയേറ്റ് ചെയ്യുന്നു. പാരൻസ് അല്ലെങ്കിൽ സീനിയേഴ്സ് അല്ലെങ്കിൽ
സ്വന്തമായി ജീവിക്കാൻ കഴിയാതെങ്കിൽ മെയിൻ്റെനൻസ് ക്ലെയിം ചെയ്യാം. ചിൽഡ്രൻസിൽ നിന്നും, പ്രോപ്പർട്ടി ഇൻഹെറിറ്റ് ചെയ്യാൻ സാധ്യതയുള്ള റിലേറ്റീവ്സിൽ നിന്നും. പിന്നെ മെയിൻ്റെനൻസ് കൂടുന്നത് ഓപ്ഷനല്ല, അത് സ്റ്റാറ്റ്യൂട്ടറി, കൊടുക്കുന്നത് ഓപ്ഷനല്ല, സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടിയാണ്. പാരൻസിന് കുറച്ച് ഇൻകം ഉണ്ടെങ്കിലും ഇത് ഡിഗ്നിഫൈഡ് ലൈഫിൽ മതിയാക്കുന്നില്ലെങ്കിൽ മെയിൻ്റെനൻസ് ക്ലെയിം ചെയ്യാമെന്നാണ് പറയുന്നത്. അടുത്താണ് പ്രൊസീജിയർ ഫോർ ക്ലെയിം. പ്രൊസീജിയർ ഫോർ ക്ലെയിമിൽ പറഞ്ഞത് സെക്ഷൻ 5 and 7 ആണ്. സെക്ഷൻ 5 പറഞ്ഞത് സീനിയർ സിറ്റിസൺ ഡയറക്റ്റായി മെയിൻ്റെനൻസ് ട്രിബ്യൂണലിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാം. ട്രിബ്യൂണലിൽ 90 ദിവസത്തിനുള്ളിൽ കേസ് ഡിസ്പോസ് ചെയ്യാം. സെക്ഷൻ 7 പറയുന്നത് ഓരോ സ്റ്റേറ്റും ഓരോ സ്റ്റേറ്റ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് ഹെഡായി മെയിൻ്റെനൻസ് ട്രിബ്യൂണൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതിൻ്റെ പ്രൊസീജിയറാണ് സിമ്പിളായിരിക്കും, ചീപ്പായിരിക്കും, സ്പീഡി ആയിരിക്കും. കോർട്ടിൽ പോകുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ ഈ ട്രിബ്യൂണൽ സഹായിക്കും. പിന്നെയാണ് ഓർഡർ ആൻഡ് ക്വാണ്ടം ഓഫ് മെയിൻ്റെനൻസ്. അത് സെക്ഷൻ 9 ഇതിൽ പറയുന്ന ട്രിബ്യൂണൽ മെയിൻ്റെനൻസ് എമൗണ്ട് ഡിസൈഡ് ചെയ്യുന്നതാണ്. സീനിയർ സിറ്റിസൻ്റെ നീഡ്സും ചിൽഡ്രൻസിൻ്റെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി പിന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് സിറ്റുവേഷൻ മാറിയ ട്രിബ്യൂണൽ എമൗണ്ട് റിവൈസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അടുത്താണ് എൻഫോഴ്സ്മെൻറ്റ് സെക്ഷൻ 11 പറയുന്നത് ചിൽഡ്രൻ ട്രിബ്യൂണലിൽ ഓർഡർ ഫോളോ ചെയ്യാതിരുന്നാൽ എമൗണ്ട് അരിയേഴ്സായിട്ട് റിക്കവർ ചെയ്യാം. സാലറി അല്ലെങ്കിൽ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാം. 1 month വരെ ഇംപ്രസ്മെൻറ്റ് ആകും. പിന്നെ അപ്പീൽ സെക്ഷൻ 50 പറയുന്നത് ട്രിബ്യൂണൽ ഓർഡറിൽ ഡിസ്ക്ലാസിഫൈഡ് ആണെങ്കിൽ 60 ദിവസത്തിനുള്ളിൽ അപ്പലറ്റ് ട്രിബ്യൂണലിൽ അപ്പീൽ ഫയൽ ചെയ്യാമെന്നാണ് പറയുന്നത്. അടുത്തത് വെൽഫെയർ പ്രൊവിഷൻ. ഇതിൽ പറയുന്നത് ഓൾഡ് ഏജ് ഹോംസ് സെക്ഷൻ 19 പറയുന്നുണ്ട്. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഓരോ ഡിസ്ട്രിക്റ്റിലും ഓൾഡ് ഏജ് ഹോം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ സെക്ഷൻ 20 മെഡിക്കൽ ഫെസിലിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഹോസ്പിറ്റൽ സീനിയർ സിറ്റിസന് പ്രയോറിറ്റി ട്രീറ്റ്മെൻറ്റും സെപ്പറേറ്റ് ക്യൂവും ജനററ്റിക് കെയർ നൽകണമെന്ന് ഇതിൽ പറയുന്നുണ്ട്. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് പ്രോപ്പർട്ടി സെക്ഷൻ 23 പറയുന്നത് സീനിയർ സിറ്റിസൺ കെയർ പ്രതീക്ഷിച്ച് പ്രോപ്പർട്ടി ചിൽഡ്രന് കൂടുതൽ പക്ഷേ ചിൽഡ്രൻ സീനിയർ സിറ്റിസൻസ് കെയർ പ്രതീക്ഷിച്ച് പ്രോപ്പർട്ടി ചിൽഡ്രൻസിന് കൊടുത്താൽ പക്ഷെ ചിൽഡ്രൻസ് ആ കെയർ നൽകിയില്ലെങ്കിൽ ട്രിബ്യൂണലിൽ ട്രാൻസ്ഫർ ഓഫ് വോയിഡ് ആക്കാം. പ്രോപ്പർട്ടി തിരിച്ച് സീനിയർ സിറ്റിസൻസിന് നൽകാൻ കഴിയുമെന്നാണ് ഇതിൽ പറയുന്നത്. അടുത്താണ് പണിഷ്മെൻറ്റ് ഫോർ അബണ്ടനിൽ പറയുന്നത് സെക്ഷൻ 24 ആണ്. അതിൽ സീനിയർ സിറ്റിസൻ്റെ അബണ്ടൻ അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്യുന്നതാണ് ഒഫൻസാണ്. പണിഷ്മെൻറ്റ് 3 months ഇംപ്രസ്മെൻറ്റും 5000 രൂപ ഫൈനും അല്ലെങ്കിൽ രണ്ടും. പിന്നെ പറയുന്നതാണ് സെക്ഷൻ 10 പറയുന്നത് BNSS ഏർലിയർ സെക്ഷൻ 125 CRPC ആണ്. അതിൽ പറയുന്നത് 2007 ആക്ടിന് പുറമെ BNSS സെക്ഷൻ 144 പ്രകാരം പാരൻസ് മെയിൻറ്റെയിൻ ക്ലെയിം ചെയ്യാം. ഫീച്ചേഴ്സായിട്ട് എല്ലാ റീജിയൻസും അപ്ലൈ ചെയ്യും. ക്വിക്ക് റെമഡിയും സ്വന്തമായി ജീവിക്കാൻ കഴിയാത്ത പാരൻസ് മെയിൻറ്റെയിൻസ് ക്ലെയിം ചെയ്യാം. ബേസിക് സർവൈവൽ ഉറപ്പിക്കുന്നു. അതുകൊണ്ട് സീനിയർ സിറ്റിസൻസിന് ഡബിൾ ലീഗൽ പ്രൊട്ടക്ഷൻ ലഭിക്കും. ഇമ്പോർട്ടൻറ്റ് കേസ് ലോസാണ് ജസ്റ്റിസ് KS പുട്ടുസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇതിൽ പറയുന്ന ആർട്ടിക്കിൾ 21 എല്ലാ റൈറ്റ്സ് ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി സീനിയർ സിറ്റിസൻ്റെ പ്രോപ്പർ കെയറും മെയിൻ്റെനൻസും ഉൾപ്പെടുന്നു. പിന്നെ വി തുളസമ്മ വേഴ്സസ് ശേഷ റെഡ്ഡി. ഇതിൽ പറയുന്നത് വെൽഫെയർ ലെജിസ്ലേഷൻ ലിബറലായി ഇൻറ്റർപ്റ്റ് ചെയ്യണം. മെയിൻ്റെനൻസ് ലോ സോഷ്യൽ ജസ്റ്റിസും പ്രൊട്ടക്ഷനും ഉറപ്പിക്കുന്നു. പിന്നെ വനിത വേഴ്സസ് ഡെപ്യൂട്ടി കമ്മീഷണർ. ആ കേസിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോർട്ട് പറഞ്ഞു സീനിയർ സിറ്റിസൺ ആക്ടും ഡൊമസ്റ്റിക് വയലൻസ് ആക്ടും ബാലൻസ് ചെയ്ത് അപ്ലൈ ചെയ്യണം. ട്രിബ്യൂണൽ സീനിയർ സിറ്റിസണിന് ഷെൽട്ടർ മെയിൻ്റെനൻസും ഉറപ്പിക്കാമെന്ന്. കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ മെയിൻ്റെനൻസ് ആക്ട്, വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൻസ് ആക്ട് സീനിയർ സിറ്റിസനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കോംപ്രഹെൻസീവ് ലീഗൽ ഫ്രെയിംവർക്കാണ്. ഇത് ഉറപ്പാക്കുന്നത് മെയിൻ്റെനൻസ്, വെൽഫെയർ, ഹെൽത്ത് കെയർ, പ്രോപ്പർട്ടി പ്രൊട്ടക്ഷൻ, നെഗ്ലക്ട്സ് ആൻഡ് പണിഷ്മെൻറ്റ്. ഇതിന് പുറമെ BNS സെക്ഷൻ 144 ഏർലിയറിലും CRPC സെക്ഷൻ 125 കൂടി ഉള്ളതുകൊണ്ട് സീനിയർ സിറ്റിസന് സ്ട്രോങ് ഡ്യുവൽ ലീഗൽ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു. അതുവഴി അവർക്ക് ഡിഗ്നിറ്റി, സെക്യൂരിറ്റി, റെസ്പെക്റ്റോടെ ജീവിക്കാൻ കഴിയുന്നു എന്നാണ് പറയുന്നത്. അടുത്താണ് തലാഖ്. അടുത്ത ടോപ്പിക്കാണ് തലാഖ്. തലാഖും അതിൻ്റെ മോഡ്സും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത്
മുസ്ലിം ലോ പ്രകാരം മാരേജ് നിക്കാഹ് ഒരു സിവിൽ കോൺട്രാക്റ്റ് ആണ്. മറ്റ് കോൺട്രാക്ട്സ് പോലെ തന്നെ ഇതും ലീഗലായി ഡിസോൾവ് അവസാനിപ്പിക്കാൻ കഴിയും. ഇസ്ലാമിക് ലോ പ്രകാരം മാരേജ് ഡിസോൾവ് ചെയ്യുന്നതിന് തലാഖ് എന്ന് പറയും. പണ്ട് തലാഖിൻ്റെ യൂണിലാറ്ററൽ റൈറ്റ് ഒരു പക്ഷം മാത്രമുള്ള അവകാശമായിരുന്നു. തലാഖ് ഹസ്ബൻഡിന് യൂണിലാറ്ററൽ റൈറ്റ് ആയിരുന്നു. പിന്നെ അതായത് ഹസ്ബൻഡ് തലാഖ് പ്രൊനൗൺസ് ചെയ്ത് മാരേജ് അവസാനിപ്പിക്കാൻ കഴിയുമെന്ന്. പക്ഷേ ഇസ്ലാം കാരണം ഡിവോഴ്സ് എൻകറേജ് ചെയ്യുന്നില്ല. ആദ്യം റീകൺസിലേഷൻ, അന്യോന്യം നടക്കാൻ ശ്രമിക്കണം എന്നാൽ ഇസ്ലാം പറയുന്നത്. ഇത് ഇന്ത്യയിലെ തലാഖ് സ്റ്റാറ്റ്യൂട്ടറി ലോയും കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പൾസിന് അനുസരിച്ചാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഫെയർനെസ്, ജെൻഡർ ഇക്വാലിറ്റി, വുമൻസ് റൈറ്റ് പ്രൊട്ടക്ഷൻ ആണ്. ഇതിൻ്റെ മീനിങ് ഓഫ് തലാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലാഖ് എന്ന വാക്കിൻ്റെ അർത്ഥം ടു റിലീസ്, ടു സെറ്റ് ഫ്രീ എന്നാണ്. അതായത് ലീഗൽ മീനിങ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് ലോ പ്രകാരം ഹസ്ബൻഡ് മാരേജ് ഡിസോൾവ് ചെയ്യുന്നത്. ചില തലാഖ് ഫോംസിൽ ഇദ്ദത്ത് പീരീഡിൽ റീകൺസിലേഷൻ നടക്കാം. മറ്റ് ഫോംസിലൊക്കെ ഡിവോഴ്സ് ഉടനെ അത് ഫൈനലാകും. പിന്നെ ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് തലാഖാണ് അടുത്തത്. ക്ലാസിഫിക്കേഷൻ ഓഫ് തലാഖിൽ പറയുന്നത് ആദ്യത്തെ തലാഖാണ് തലാഖ് UL, തലാഖ് അൽ സുന്നത്ത് അപ്രൂവ്ഡ് ഓർ പ്രോപ്പർ ഫോം. ഇതിൽ പറയുന്നത് തലാഖ് അൽ സുന്നത്ത് ഇസ്ലാമിൽ അപ്രൂവ്ഡ് ആയ ഒരു പ്രോപ്പർ ഫോമാണ്. ഇത് ഹസ്ബൻഡിനും വെൽഫെയറിനും വേണ്ടി ഒന്നിക്കാൻ റീകൺസിലേഷൻ അവസാനം നൽകുന്നു. തലാഖ് ഈ അഹസൻ ബെസ്റ്റ് ഫോമാണ്. ഇതിൽ പറയുന്നത് തലാഖ് ഈ ഹസനിൽ ഹസ്ബൻഡ് ഒരു പ്രാവശ്യം മാത്രം തലാഖ് പറയും. വൈഫുടെ താർ പീരീഡിൽ പ്രൊനൗൺസ് ചെയ്താണ്. വൈഫ് ഇദ്ദത്ത് അപ്രോസ് 3 months ഒബ്സർവ് ചെയ്യും. പിന്നെ ഇദ്ദത്ത് പീരീഡിൽ ഹസ്ബൻഡ് തലാഖ് പിൻവലിക്കും, റീവോക്ക് കഴിയും. പിന്നെ പിൻവലിച്ചാൽ ഡിവോഴ്സ് ഫൈനലാകും, പിൻവലിച്ചില്ലെങ്കിൽ ഡിവോഴ്സ് ഫൈനലാകും. പിന്നെ റീകൺസിലേഷൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഏറ്റവും നല്ല തലാഖ് ഫോമാണ് ഇത്, തലാഖ് ഈ ഹസൻ. പിന്നെ തലാഖ് ഈ ഹാസൻ, അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാസനിൽ പറയുന്നത് തലാഖ് 3 പ്രാവശ്യം പറയും. അത് 3 സക്സസീവായിട്ട് താഹൂർ പീരീഡിലാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെങ്കിൽ ഈ സമയത്ത് സെക്ഷൽ റിലേഷൻഷിപ്പ് പാടില്ല. 3ാമത്തെ പ്രൊനൗൺസ്മെൻറ്റ് കഴിഞ്ഞാൽ ഡിവോഴ്സ് ഫൈനലാകും. പിന്നെ ഹസ്ബൻഡ് വൈഫിന് ഒന്നിക്കാൻ പല ചാൻസ് ലഭിക്കുന്നു. പിന്നെ തലാഖ് ഈ ബിദ്ദത്ത് ഇൻസ്റ്റൻറ്റ് ട്രിപ്പിൾ തലാഖാണ്. ഇതിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ തലാഖ് ഈ ബിദ്ദത്ത് തലാഖ് അൽ ബിദ്ദത്ത് ഒരു അപ്രൂവ്ഡ് അല്ലാത്ത ഫോമാണ്. അതിനെ ട്രിപ്പിൾ തലാഖ് എന്ന് വിളിക്കുന്നു. ഇതിൽ ഹസ്ബൻഡ് ഒരു സിറ്റിങ്ങിൽ 3 പ്രാവശ്യം തലാഖ് പറയുന്നു. ഡിവോഴ്സ് ഉടനെ ഫൈനലാകും. റീകൺസിലേഷൻ ചാൻസ് ഇല്ല. ഇന്ത്യയിലെ ലീഗൽ പൊസിഷൻ ഷൈറോബാനോ കേസ് സുപ്രീം കോടതിയിൽ ട്രിപ്പിൾ തലാഖ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞു. പിന്നെ മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓർ മാരേജ് ആക്ട് 2090 പ്രകാരം ഇത് പ്രോഹിബിറ്റ് ചെയ്തു. ഇപ്പോൾ ഒരു പണിഷബിൾ ഒഫൻസാണ്. അതുകൊണ്ട് ഇൻസ്റ്റൻറ്റ് ട്രിപ്പിൾ തലാഖ് ഇന്ത്യയിൽ വാലിഡ് അല്ല. പിന്നെയാണ് അതർ ഫോംസ് ഓഫ് തലാഖ്. തലാഖ് ഈ തഫീസ് ഡെലിഗേറ്റഡ് ഡിവോഴ്സ്. അതായത് തലാഖ് ഈ തഫീസിൽ ഹസ്ബൻഡിന് തൻ്റെ തലാഖ് പവർ വൈഫിക്ക് തേർഡ് പേഴ്സണിനോ ഡെലിഗേറ്റ് ചെയ്യുന്നു. ഇത് യൂഷ്വലി നിക്നമയിൽ എഴുതിയിരിക്കുന്നതാണ്. എഗ്രീഡ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ വൈഫ് ഈ റൈറ്റ് യൂസ് ചെയ്യാം. ഇത് കോൺട്രാക്ട് ബേസ്ഡ് തലാഖാണ്. പിന്നെ ഇലയിൽ ഹസ്ബൻഡ് വൈഫുമായി സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ എന്ന് സത്യം ചെയ്യുന്നു, ഉണ്ടാകില്ല എന്ന് സത്യം ചെയ്യുന്നു. ആഫ്റ്റർ 4 months തുടർന്നാൽ മാരേജ് ഓട്ടോമാറ്റിക്കലി ഡിസോൾവ് ആവും എന്ന് പറയുന്നു. ഇന്ന് വളരെ റെയർ കേസാണിത്. പിന്നെ സിഹാർ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡും വൈഫിൻ്റെയും അമ്മ, സഹോദരി പോലെ പ്രോഹിബിറ്റഡ് ഫീമെയിൽ റിലേറ്റീവ്സുമായി കമ്പയർ ചെയ്യുന്നു. മാരിറ്റൽ റിലേഷൻഷിപ്പ് ടെമ്പററിയായി സ്റ്റോപ്പ് ആകുന്നു. ഹസ്ബൻഡ് എക്സ്പെക്റ്റേഷൻ പ്രായശ്ചിത്തം ചെയ്യാം. ഇല്ലെങ്കിൽ വൈഫ് കോർട്ടിൽ ജുഡീഷ്യൽ റിലീഫ് തേടാം. കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് റോങ്ഫുൾ ഫോമാണ്. സിഹാർ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് വൈഫിലെ അമ്മ, സഹോദരി പോലെ പ്രോഹിബിറ്റഡ് ഫീമെയിൽ റിലേറ്റീവ്സുമായിട്ട് കമ്പയർ ചെയ്യുന്നു. മാരിറ്റൽ റിലേഷൻഷിപ്പിൽ ടെമ്പററി സ്റ്റോപ്പ് ആകും. അപ്പോൾ ഹസ്ബൻഡ് എക്സ്പെക്റ്റേഷൻ
പ്രായശ്ചിത്തമായിട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ വൈഫ് കോർട്ടിൽ ജുഡീഷ്യൽ റിലീഫ് തേടാം. കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ഇത് റോങ്ഫുൾ ഫോമാണ്. പിന്നെ മോഡേൺ പൊസിഷൻ ഇന്ത്യയിൽ പറയുന്നത് ഇൻസ്റ്റൻറ്റ് ട്രിപ്പിൾ തലാക്ക് വാലിഡ് അല്ല. പിന്നെ പ്രോപ്പർ ലീഗൽ പ്രൊസീജിയർ ഫോളോ ചെയ്യണം. വുമണിന് മെയിൻ്റെനൻസും ലീഗൽ പ്രൊട്ടക്ഷനും ഉണ്ട്. കോർട്ട് ഫെയർനെസ് ഉറപ്പാക്കാനും തലാക്ക് മിസ്യൂസ് ചെയ്യാനും തടയുന്നതാണ് ചെയ്യുന്നത്. ഈ ലാൻഡ്മാർക്ക് കേസാണ് ഷൈറോ ബാനോ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇതിൽ പറഞ്ഞ സുപ്രീം കോർട്ട് പറഞ്ഞു ട്രിപ്പിൾ തലാക്ക് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. ഇത് ആർട്ടിക്കിൾ 14, 21 വയലേറ്റ് ചെയ്യുന്നു. ഇത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല. പിന്നെ ഷാമിം അറവ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP പറയുന്നത് കോർട്ട് പറഞ്ഞു തലാഖ് പ്രോപ്പറായി പ്രൊനൗൺസ് ചെയ്യണം, അത് പ്രൂവ് ചെയ്യണം. വെറും അലിഗേഷൻ മാത്രം പോരാ, റീസണബിൾ കോസസും പ്രോപ്പർ പ്രൊസീജിയേഴ്സും വേണം. പിന്നെ ഡാനിയൽ ലാറ്റ്ഫി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ സുപ്രീം കോർട്ട് മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡിവോഴ്സ് ആക്ട് 1986 അപ്ഹോൾഡ് ചെയ്തു. കോർട്ട് പറഞ്ഞ ഹസ്ബൻഡ് റീസണബിൾ ആൻഡ് ഫെയർ മെയിൻ്റെനൻസ് നൽകണം. മെയിൻ്റെനൻസ് ഇദ്ദത്ത് പീരീഡിൽ മാത്രം ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് കൺക്ലൂഡ് ചെയ്യുന്ന വെച്ചാൽ മുസ്ലിം ലോയിൽ തലാഖ് മാരേജ് ഡിസോൾവ് ചെയ്യുന്ന പ്രധാനമായ രീതിയാണ്. തലാഖി ഹസാൻ ആൻഡ് തലാഖി ഹസൻ റീകൺസിലേഷൻ ചെയ്യാൻ നൽകുന്നത് കൊണ്ട് അപ്രൂവ്ഡ് ഫോംസ് ആണ്. ട്രിപ്പിൾ തലാഖ് അൽ ബിദ്ദത്തും ഇന്ത്യയിൽ ഇൻവാലിഡ് ആണ്. തലാഖ് ഇ തഫീസ് ഇല സിഹാർ എന്നിവരെ ക്ലാസിക്കൽ മുസ്ലിം ലോയിൽ അംഗീകരിക്കപ്പെട്ട വേറെ ഫോംസാണ്. ഇന്ന് ഇന്ത്യൻ ലോ ജസ്റ്റിസ്, ഇക്വാലിറ്റി, ഡിഗ്നിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പിൾ പ്രത്യേകിച്ച് വുമൻസ് റൈറ്റ് പ്രൊട്ടക്ഷൻ ഉറപ്പിക്കുകയാണ് തലാഖ് റെഗുലേറ്റ് ചെയ്യുന്നത്. ഇത്രയുള്ള ഗൈസ്. താങ്ക് യു.